ഏറ്റവും ഒരു കേരളീയൻ, ഒരു കേരളയ്ക്ക് വേണ്ടി കളിച്ച ഒരു താരം ഈ ഒരു ചരിത്ര നിമിഷത്തിൽ ഞാനും അതിനൊരു പങ്കാളിയാവുന്നു എന്നുള്ളതാണ്. കാരണം കേരള ക്രിക്കറ്റിന്റെ വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര മികച്ച രീതിയിൽ, വലിയ താരനിബിഡമായ ടീമൊന്നും അല്ലെങ്കിലും അത് മാത്രമല്ല പ്രമുഖ താരങ്ങളുടെ അഭാവത്തിലും കേരളം ഫൈനലിൽ പ്രവേശിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഏത് ടീമിനെയും കേരളയ്ക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ഒരു ടീമായിട്ട് അതാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന താരം എന്നില്ല, എല്ലാ താരങ്ങളും ഒത്തൊരുമയോടുകൂടി കേരള ടീമിന് വേണ്ടി കളിച്ച് ആ വിജയം കരസ്ഥമാക്കി എന്നുള്ളതാണ്. ഒരു വലിയ സ്കോർ അത് പടുത്തുയർത്താൻ സാധിച്ചു. ഫൈറ്റ് ചെയ്ത് ഗുജറാത്തിനെ പരാജയപ്പെടുത്തുന്നു, അതും അവരുടെ സ്വന്തം തട്ടകമായ മൊധേര അല്ലെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, അതും എടുത്തു പറയേണ്ടതാണ്. അപ്പോ എല്ലാ രീതിയിലും കേരള ചുണക്കുട്ടന്മാർ ഒരു ചരിത്രപരമായിട്ടുള്ള വിജയം അത് കരസ്ഥമാക്കി എന്നുള്ളത്. ശ്രീ പി രംഗനാഥൻ, താങ്കൾ അവസാന വിക്കറ്റ് കണ്ടു കാണും. അവിടെ നഗസ്വാലയുടെ ഒരു ഷോട്ട് അത് നേരെ പോയി കൊണ്ടത് മുഹമ്മദ് അസറുദ്ദീൻ, ക്ഷമിക്കണം, സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിലാണ്. അത് മുഹമ്മദ് അസറുദ്ദീന്റെ കൈകളിലേക്ക് എത്തുന്നു. ആ നിമിഷം ഒരുപക്ഷെ ക്രിക്കറ്റിൽ കുറെ കൂടി ക്രിക്കറ്റ് നന്നായി കളിച്ചാൽ മാത്രം ഒരു ഭാഗ്യം കൂടി വേണം എന്ന് തെളിയിക്കുന്ന ഒരു നിമിഷമാണല്ലേ? അല്ല, അതിനു മുമ്പ് 2 ക്യാച്ചും പോയി എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇന്നത്തെ ആ ഒരു ഓരോ റണ്ണും ഓരോ ബോളും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലറായിട്ട് മാറുന്ന ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയത്. നമ്മൾ ഇന്ന് 7 വിക്കറ്റ് നഷ്ടത്തിൽ കളി തുടങ്ങുമ്പോൾ മുഹമ്മദ് അസറുദ്ദീന്റെ ആ ഒരു സ്റ്റംപിങ്, ആ സ്റ്റംപിങ് ആണ് ഇന്ന് കളിയുടെ ഒരു ടേണിംഗ് പോയിന്റ്. ജയം പട്ടേലിന്റെ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിക്കറ്റാണ് ഒരു തിരിച്ചുവരവ് കേരള വന്നത്. കൂടാതെ നമ്മൾ സ്പിന്നേഴ്സിന്റെ റോള് അത് വളരെ മികച്ച രീതിയിൽ 2 സ്പിന്നേഴ്സും സർവാത്തെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആ ബോളിംഗ് മികവ്, അത് ഓരോ താരവും അവരുടെ റോള് വളരെ മികച്ച രീതിയിൽ ഭംഗിയിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഓക്കെ, നമ്മുടെ ആദിത്യ സർവാത്തയുടെയും ഒപ്പം ജലക് സക്സേനയുടെയും ബോളിംഗ് പ്രകടനം, ആ 2 പേരും കൂടി വീഴ്ത്തിയത് 7 വിക്കറ്റാണ്. സ്പിന്നർമാരെ തുണയ്ക്കുന്ന വിക്കറ്റാണ്. കുറെ കൂടി ടേൺ ലഭിക്കും, കുറെ കൂടി പന്ത് അപ്രതീക്ഷിതമായ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഈ 2 ബോളർമാരാണെങ്കിൽ നമുക്കറിയാം കേരളത്തിന് വേണ്ടി കളിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രകടനത്തെ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു നിമിഷമാണ്. ഈ 2 ബോളർമാരുടെ പ്രകടനത്തെ മാത്രം എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുത്തൊന്ന് കാണേണ്ടി വരും? ജലക് സക്സേന, സർവാത്തെ വിജയ ശില്പികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ബോളിങ്ങിന്റെ മികവ്, ഈ സമ്മർദ്ദത്തിലും രണ്ടാമത് ഗുജറാത്ത് ബാറ്റ് ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ വിജയിക്കുന്നുള്ള ഘട്ടത്തിൽ നിന്നാണ് ഈ 2 സ്പിന്നേഴ്സ് 8 വിക്കറ്റ് നേട്ടം. 4 വിക്കറ്റ് ജലക് സക്സേന, സർവാത്തെ 4 വിക്കറ്റ് നേടി കേരളത്തെ വിജയത്തിലോട്ട് എത്തിച്ചത്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് കുറഞ്ഞു കാണാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ ഈ വിജയത്തിന്റെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ, അദ്ദേഹത്തിന്റെ ആ സെഞ്ചുറി മികവും ഇന്നത്തെ ഉജ്ജ്വലമായിട്ടുള്ള കീപ്പിംഗ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ആ സ്റ്റംപിങ് ഒരുപക്ഷെ ഇന്ന് കളിയുടെ ഗതി തന്നെ മാറ്റിയെന്ന് വേണം ഞാൻ എടുത്തു പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു താരം അത് എങ്ങനെ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ അടുത്ത കാലത്തെല്ലാം. ഞാൻ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ബാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈക്കെതിരെ അദ്ദേഹം T20 മത്സരത്തിൽ അരങ്ങേറ്റം. ആ സമയം തുടക്കമായിരുന്നു, ഒരു സെഞ്ചുറി നേടുകയുണ്ടായി. 6കൾ മാത്രം അദ്ദേഹം അടിച്ച് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു താരം. അദ്ദേഹത്തിന് പല മുതിർന്ന അല്ലെങ്കിൽ പേരുകേട്ട താരങ്ങൾ കാരണം അദ്ദേഹത്തിന് അവസരം ലഭിക്കാതെ പോയി. അപ്പോ ഇന്ത്യക്ക് കളിക്കാൻ പറ്റാത്തത് ഒരു കുറവായിട്ട് തന്നെ പറയുന്നു. എങ്കിലും ഈ അഭിമാനകരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, അതിനൊരു താരത്തിന്റെ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ബാറ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് കളിയെ വിജയിപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഓക്കെ, രവി ബിഷ്ണോയിയെ പോലുള്ള സ്പിന്നർമാരുണ്ട് ഗുജറാത്തിന്. ആ പിച്ചാണെങ്കിൽ അപകടകരമായ രീതിയിലേക്ക് അല്ലെങ്കിൽ സ്പിന്നിനെ വല്ലാതെ തുണയ്ക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ കേരളത്തിന്റെ ബാറ്റർമാരുടെ പ്രതിരോധം പൊളിക്കാനൊന്നും രവി ബിഷ്ണോയി സംഘത്തിന് ആവില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. കാരണം ഇന്ന് അവസാന ദിവസം, ഇനി ആ പാടെ ഒരു സെഷനും കൂടെ 2 സെഷനിൽ കളി തീരുന്നു. ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. അത് കേരളം ജയിച്ചതോടുകൂടി ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. വിദർഭയെ ഇനി ഫൈനൽ കളിക്കുന്നു. ഒരു ചരിത്ര നിമിഷം കൂടി നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് കേരള രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് ആവുന്നു. അതും